ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട് കയറാം കേട്ടോ. അപ്പോൾ ഞാനുണ്ട് അപ്പോൾ തന്നെ റിയാസ്, ഞാനും ഓനുമാണ്, ഞങ്ങൾ രണ്ടാളുള്ളത്. ഇനിയിപ്പോൾ നേരെ ഉവൈസിൻ്റെ അടുത്ത് പോകണം, പിന്നെ ആകുമ്പോൾ തന്നെ ജുനൈദും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇപ്പം പോകുന്നത്. അപ്പം എന്നാ നമുക്ക് വേഗം വണ്ടി എടുത്ത് പോവാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചുരത്തിലെത്തിയിട്ടുണ്ട്. ജുനൈദേ, അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു പണിയും കിട്ടിയില്ലേ? അതെ അതെ, അത് വ്ളോഗ് എടുക്കണോ? ആ KSRTC കാണിച്ചെടുക്ക്, അപ്പുറത്തൂടെ ഇരുന്ന അങ്ങോട്ട് ഇരുന്നത് പോയി, അവിടെ എത്തി. ഇതാ വരുന്ന മോനെ ആന വണ്ടി. ഇത് സാധാ നോർമൽ കേട്ടോ. ഞാൻ പുതിയ ആ പച്ച സാധനമല്ലേ ഇപ്പം പുതിയൊരു സാധനം. കടല എത്ര രൂപയാ? ആ ഏറ്റവും തരി 2 എടുത്തോളി. അപ്പം ഇത് വേണ്ട. എൻ്റെ എത്ര ഉള്ള ചില്ലറ? എന്നാ 100 കൊടുക്ക്, എനിക്ക് ജീപ്പേ ചെയ്ത് തരാം. ജീപ്പേ അനുസരിച്ച് പോലീസ് മാമൻ. നിങ്ങളുടെ പേരെന്താ? ഫിറോസ്. ഇവിടെ തന്നെ പക്ഷെ ഇവിടെ വേറെ ആരുമില്ലല്ലോ. ഇവിടെ ഫസ്റ്റ് ടൈം കേട്ടോ കാണുന്നത്. ഇവിടെ ഫസ്റ്റ് പക്ഷെ അല്ല, നമ്മൾ ഫസ്റ്റ് ടൈം എപ്പോൾ ഇവിടെ കാണുന്നത്? നിങ്ങളാ നിൽക്കല്ല. അതാ വന്നാ ഞങ്ങൾ രാത്രി അവിടെ ഇറങ്ങല്. ഒന്ന് വൈകിയതാ പോയെ. ഓക്കെ, കാണാത്ത ആരും ഉണ്ടാവില്ല. KSRTC സ്റ്റാൻഡിൽ കടല കച്ചവടം ചെയ്യുന്ന ആളാണ്. KSRTC സ്റ്റാൻഡില്ലായിരുന്നു അടിവാരത്തോ? അവിടെ കടല ബിസിനസ് ഭയങ്കരമായി. നല്ല പൈസ ഉണ്ടാക്കി കടല കൊണ്ട്. നമുക്കും തുടങ്ങിയാലോ എന്നോ? അല്ല, കുതിരൻ്റെ അടുത്ത് പോയിട്ട് കുതിരൻ്റെ പെർഫോമൻസ് അടിച്ചിട്ടുള്ള കുതിര വാങ്ങിയാലോ നമുക്ക്? നല്ല ബിസിനസ് ആണോ? പെർഫോമൻസ് വെച്ചാൽ എനിക്കൊരു തരം പെർഫോമൻസ് അറിയൂ. പെർഫോമൻസ് പലവിധം. ഞാൻ എന്താ ചെയ്ത പുട്ടുകാട്ടിക്ക് അച്ചിടാണ് വെള്ള തന്നെ ആദ്യമായിട്ട് തള്ളുക. കിട്ടുന്നില്ല. MLA പരാതി കൊടുക്കണോ? എന്താ പ്രശ്നം? പരാതിന്റെ പ്രശ്നം ആളെ പരിപാടി വെച്ച് പരിപാടി MLA ആകുമ്പോൾ നാളെ പോയി പരാതി എടുക്കുന്നു. എന്താ അവനോടൊക്കെ പറയാം? എന്താണ് പ്രശ്നം? നമ്മൾ പാടുണ്ടാവും. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ഇമ്പോർട്ടൻ്റ് കാര്യം വ്ളോഗ് പറയാനുണ്ട്. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ പറയാം. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കമൻറ്റുകൾ ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റാക്കി ഇടുക അല്ലേ? അതെ അതെ. തൊട്ട് ഇറങ്ങുണ്ടോ? നിങ്ങളുടെ ഏസും കിട്ടോ? കേട്ടോ, ഒന്ന് മെസ്സേജ് ചോട്ടെ. ഞാനെന്തോ പരിപാടിയാണോ? പാവണ്ടോ? മനസ്സിലായോ? പരിപാടിയാടാ യൂണിഫോമിൽ പോയിട്ട്. ഞാൻ നാളെ പോയി MLA കത്തെടുക്കും, MLA കേസ് കൊടുക്കും. എന്താ അവനോടൊക്കെ പറയാം?
സത്യം പറഞ്ഞാലോ ജുനേദേ, കോഴിക്കോട് ബീച്ചിലും വയനാട്ടിലും എത്ര വന്നാലും മടുക്കൂല. പക്ഷേ അത് നേരാണ്. വേറെ വ്യത്യാസമുണ്ട്. എന്തേ? കോഴിക്കോട് എവിടെ ചെന്നാലും ഫുഡ് കിട്ടും, ഇവിടെ ഫുഡ് കിട്ടൂല. അല്ല അവിടെ പൊട്ട, അത് ടൗണല്ലേ. നമുക്ക് ഇതൊരു ടൗൺ ആക്കണം. നമുക്ക് ഇവിടെ ഒരു ഇത് തുടങ്ങിയാലോ, ബിസിനസ് തുടങ്ങിയാലോ. എന്നൊരു കാര്യം ചെയ്യും, ഇതാ അമ്മൂല കാണിച്ചു കൊടുക്കും. ഞാൻ അവിടെ ബിസിനസ് തുടങ്ങിയിട്ട് ആ മല അങ്ങോട്ട് തക്കിയിട്ട് അന്നേ ഷോപ്പ് തുടങ്ങിയല്ലേ. ഇനി ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങിയാൽ പിന്നെ അപ്പുറത്ത് വേറെ ആൾക്കാരൊന്നും തുടങ്ങും, പിന്നെ അപ്പുറത്ത് വേറെ ആൾ തുടങ്ങും. നല്ല അടുത്ത കാറ്റടിക്കുമ്പോൾ കിടിഞ്ഞോണ്ട് വീണു. അല്ലാണ്ട് ഞാൻ അവനോട് എന്താ പറയാ, ഓൻ പറഞ്ഞെന്താ നമുക്ക് ഇതൊരു ടൗൺ ആക്കി എടുക്കണമെന്ന്. ഓനോട് പിന്നെ എന്താ ഞാൻ പറയാ. പൊന്തിക്ക 4 കാലം ഷീറ്റാട്ടില്ല. എന്തോരാണോ വീട്ടിലെ ഓരോ കാറ്റിലാട്ടും കൊണ്ട് ഇടിയോ, ഓരോ കല്ലോ ഓരോ കാറ്റിലാട്ടും കൊണ്ട് ഇടുന്നതാണോ ഷീറ്റല്ലേ അത് ഇടിയില്ല. കാറ്റിലെങ്ങനെ ഇങ്ങനെ ഇടിയ അത് പറയണോ? എനിക്കിപ്പം അറിയണോ ഉദ്ദേശേ? കാറ്റിലെങ്ങനെ ഇങ്ങനെ അറിയാം എനിക്ക് പറയും. കർണാടക രജിസ്ട്രേഷൻ ഡിയോ എടാ രജിസ്ട്രേഷൻ ഡിയോ ഡിയോ എടാ രജിസ്ട്രേഷൻ വരുന്നത്. ഡി എൽ ആണത്. ഡിയോ ആ ബസ് ഡിയോ ആ. ഓടിയാണോ? ഒഡീസിയ? ഒഡീഷ അല്ല, ഡി ഒ ആണല്ലോ. ഓടിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഫുഡ് കഴിക്കാൻ എത്തിയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മന്തി കഴിക്കാൻ വന്നു. അതുകൊണ്ട് മന്തി ഇവിടെ ഉണ്ട്. മന്തി വലിയ പീസ് പറഞ്ഞിട്ട് പാവോ ഇതൊക്കെ പാവോ വലിയ പീസ് ആയിക്കില്ല വിചാരിച്ചിട്ട് എനിക്കിത് വേണ്ട അത് വേണ്ടാന്ന് ഇതൊക്കെ വന്ന പീസ് നോക്ക്. ഈ ചങ്ങായിമാര് ആക്രാന്തം പിടിച്ചിട്ട് ഇതിപ്പം ഈ വ്ളോഗ് ഇങ്ങോട്ട് ഇറങ്ങിയാല് തിന്നതിൻ്റെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഈ വ്ളോഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വ്ളോഗ് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്ന് സിനാന് പിന്നെ ഒന്ന് ഫസല് വലിയായിട്ട് വിളിച്ചറിയും. അങ്ങനെ ഞമ്മളെ ചാമ്പി ഞാൻ ഒന്നുമില്ല. ഞാൻ എപ്പോഴാ ചാമ്പി ഞങ്ങളാ കല്യാണത്തിന് നമ്മൾ കല്യാണത്തിന് വായിച്ചാണ് നമ്മൾ തലേന്ന് അതിൻ്റെ തലേന്നല്ലേ പറയാൻ തുടങ്ങി ഞായറാഴ്ച രാത്രി കല്യാണം വില ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാമ്പ് ഒരു മസലും ഇവര് രാവിലെ മുതൽ രാത്രി വരെ അടി ഉണ്ടാക്കിയാൽ അന്ന് തീരുമാനിക്കും രാത്രി വേറെ നമുക്ക് വേറെ പോകും. ഒന്നില്ല പ്ലേ അല്ലെങ്കിൽ അതെ എടാ എന്താ പറയാ ഞങ്ങളോടൊക്കെ കണ്ട അടിയാവുന്നുള്ള എന്നിട്ടുണ്ടാവും രാത്രി രണ്ടും കൂടി പാട്ടും പാടി ഇങ്ങനെ അവിടെ ഇവിടെ തൊട്ടേക്ക് ഇങ്ങനെ പോകുന്നു. മുത്ത ഒന്നും പറയല്ല, അടിപൊളി. നൈക്കിനിന്ന് നന്മണ്ടൊക്കെ പോയാൽ കാരക്കുന്നൊക്കെ കിട്ടുന്ന ഫസല് വട്ടോളി വന്നിട്ടേ പോകും. പാലങ്ങാട് റോഡിൽ ഇങ്ങനെ കുട്ടമ്പൂര് വരെ പോയിട്ട് പാലങ്ങാട് റോഡ് എന്ത് റോഡാ ആയിട്ട് കുടുങ്ങി കിടക്കുന്ന നല്ല ഹൈവച്ച് എടാ ഒന്നും ഇല്ലടോ. കേട്ടോ എന്ത്? ഓ ഞാൻ കേട്ട് എന്ത് ഒന്നുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ റിസ്ക് ആണ്. ഇപ്പോൾ റിസ്കി ഷോട്ടുകളാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഞായറാഴ്ചയാണ് ലീവ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വയനാട് പിടിച്ചത് അല്ലേ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക അല്ലേ ജുനൈദേ? നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ
മറ്റേ പറയാ നല്ല ബർക്കത്തിയ ഫുഡ് കഴിച്ചിട്ട് നല്ല കേറിയിട്ടോ ഇത്. സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക. ഇതെന്ത് പറ്റിയെങ്കിൽ കിട്ടില്ല മന്തി ഗൊമ്മളെ കിണ്ണ മതി ഒന്നും പറയാനില്ല, ഒന്നിനൊന്നും മിച്ചം. അതെ അതെ ഇതിനെന്തോ പറ്റിക്ക് സവനക്ക് നന്ദി. സവനപ്പിന്റെ തരിപ്പാണിത്. സവനപ്പിന് അങ്ങനെ പറയാൻ പറ്റുമോ? ഏഴിന്റെ വെള്ളത്തിന്റെ പ്രശ്നമാണ്. ഏതിൻ്റെ വെള്ളം അതെ. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ്. ലവ് യു. ബൈ. വരുന്നുണ്ട്.